ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങയും കപ്പലണ്ടിയും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ചട്നി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ ചട്നി തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഒരേ ഒരു ടീസ്പൂൺ അളവിൽ ഒരല്പം മാത്രം മതിയാവും കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി അല്ലിയാണ്, അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ കൂടെ വേണ്ടതാണ് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്, അതും ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ വേണ്ടതാണ് ഇതുപോലെ കുറച്ച് ഉഴുന്നും കൂടി. അപ്പോൾ ഞാൻ വന്നിട്ട് 1 ടേബിൾ സ്പൂൺ അളവിലാണ് മുഴുവൻ ഉഴുന്ന് എടുത്തിട്ടുള്ളത്, അതും ചേർക്കുകയാണ്. ഉഴുന്നും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കണം. ഇതുപോലെ ഇതിൻ്റെ കളറൊന്നും മാറണ്ട, കാരണം പിന്നീട് കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടിക്കോളും. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് ഒരു 1/2 കപ്പ് അളവിൽ കടലപ്പരിപ്പും കൂടി. അപ്പം നമ്മൾ ഇത് തേങ്ങ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി വെച്ചിട്ടോ ഒന്നും അല്ല ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. കടലപ്പരിപ്പ് മാത്രം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള ചട്നി തയ്യാറാക്കി എടുക്കാവുന്നതാണ്, നമ്മുടെ അളവിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ കഴുകാതെ എടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം അങ്ങനെ തന്നെ ആ വെള്ളം കംപ്ലീറ്റ് ഒന്ന് മാറ്റിയിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഈ ചൂടിൽ കിടന്നിട്ട് എന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് പോയി കിട്ടിക്കോളും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല പച്ച കടലപ്പരിപ്പാണ്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ചൂടായിട്ടൊന്ന് വറുത്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. അത്രയും സമയം കൊണ്ട് ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വറുത്ത് കിട്ടിക്കോളും. ഇതിന് മുമ്പ് നമ്മൾ കപ്പലണ്ടി കൊണ്ടുള്ള ചട്നിയും അതുപോലെ തന്നെ തേങ്ങാ ചട്നിയും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചട്നിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കിയേക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രുചിയിലാണ് കേട്ടോ നമുക്ക് ഈ കടലപ്പരിപ്പ് കൊണ്ട് തയ്യാറാക്കുന്ന ചട്നിയും കിട്ടുന്നത്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് വീട്ടിലുള്ളവർക്ക് ഒരു ദോശയുടെ കൂടെയോ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇതുപോലൊരു ചട്നിയൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ സ്പെഷ്യൽ ടേസ്റ്റായിട്ട് തോന്നും. അപ്പോൾ തന്നെ എടുത്ത് ചോദിക്കും കേട്ടോ ഇത് എന്തുകൊണ്ടുള്ള ചട്നിയാണെന്ന്. ഒരുപാട് സമയത്ത് വറുത്തിട്ട് അതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലൊന്നും ആകേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഒരു 3 മിനിറ്റോളം നമ്മളൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് വറുത്ത് മൊഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പച്ചമുളക് ചേർക്കുന്നതിന് പകരം വറ്റൽമുളക് ചേർക്കാനാണ് താല്പര്യമെങ്കിൽ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഏത് മുളകിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കൂടി മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് ഈ ഒരു സമയം ഇതിൻ്റെ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അത് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഇതുപോലെ ഒരു പച്ചമുളക് ചേർക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർക്കുമ്പോഴോ ആണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. അപ്പോൾ അതും ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം അണ്ടിപ്പരിപ്പും കൂടി. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് വേണ്ട കാര്യമാണ് ഒരു പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി. അപ്പോൾ ഈ കായപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഒരുപാട് സമയത്ത് വറക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട്, ഇതിപ്പോൾ നല്ല ചൂടാണ്, ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റാം.
ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടാത്ത മിക്സിയുടെ ജാറാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വെള്ളം ചേർക്കാൻ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷം മാത്രമേ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ പാടുള്ളൂ. എന്നാൽ ശരി, ഞാനിത് പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം കട്ടിക്കാണ് നമ്മുടെ ഈ ചട്നി കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്കൊന്ന് താളിച്ചും കൂടി ചേർത്ത് കൊടുക്കണം. താളിച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ചട്നി ആവുന്നത്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് താളിച്ച് കൂടിയെടുക്കാം. ചെറിയൊരു താളിപ്പ് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി അതിലേക്ക് ഒരല്പം കടുക് ചേർക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഒരേ ഒരു ടീസ്പൂൺ അളവിൽ കുറച്ച് കടലപ്പരിപ്പും കൂടി. കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കണം. ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറട്ടെ. കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അതിന് ശേഷം ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇത് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ ചട്നിയിലേക്ക് നമ്മുടെ താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ദോശയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എന്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ ചട്നി വെച്ച് കഴിക്കുമോ അതിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പുളിയില്ലാത്ത ചട്നിയാണ്. ഇനിയിപ്പോൾ ചിലർക്ക് പുളിയുള്ള ചട്നി ആയിരിക്കും ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പുളിയും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.